ഇന്നൊരു സ്പെഷ്യൽ കൊഴുക്കട്ടയുണ്ടാക്കി കാണിക്കാം. അതിനായി 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം, ഇടിയപ്പം, അരിപ്പത്തിരി ഇതൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണിത്. ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ മാവ് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തിരിക്കണം. ഒരു ചരുവത്തിൽ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം. ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കണം. വെള്ളം തിളച്ചു കഴിഞ്ഞാൽ അരിപ്പൊടി കുറേശ്ശെയായി ഇട്ട് കൊടുക്കാം. പൊടി ഇടുന്നതിനൊപ്പം ഇളക്കി കൊടുക്കുകയും വേണം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് അടി ചേർത്ത് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. മാവ് തണുത്തു കഴിഞ്ഞാൽ ഇളക്കാൻ പാടാണ്. ഇനി കുറച്ച് ചിരകിയ തേങ്ങ കൂടി ചേർക്കാം. തേങ്ങ മാവിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. മാവ് ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഇപ്പോൾ ചേർക്കണം. പഞ്ചസാരയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിനോടകം കുറച്ച് ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ടാകും. ഇനി കൈകൊണ്ട് നല്ല മയത്തിൽ കുഴച്ചെടുക്കണം. വെളിച്ചെണ്ണ, നെയ്യ് ഇതൊന്നും ഇതിൽ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇനി മാവ് കുറേശ്ശെയായി എടുത്ത് മീഡിയം സൈസ് ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കണം. ഇഡ്ലി തട്ടിൽ വെളിച്ചെണ്ണ പുരട്ടിയെടുക്കാം. കൊഴുക്കട്ട ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. നെയ്യ് പുരട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ഇഡ്ലി ചെമ്പിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. തട്ട് അതിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് സ്റ്റീം വന്ന് തുടങ്ങുമ്പോൾ കൊഴുക്കട്ട ഓരോന്നായി തട്ടിലേക്ക് എടുത്ത് വെക്കണം. അതിനുശേഷം അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് നല്ലതുപോലെ സ്റ്റീം ചെയ്യണം. 15 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്ത് കൊഴുക്കട്ട എടുത്തു മാറ്റാം. ഇത്രയും കൊണ്ട് പണി തീരുന്നില്ല, കുറച്ചുകൂടി ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. 1 കപ്പ് ചിരകിയ തേങ്ങ 1.25 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സിയിൽ അരച്ചെടുത്ത 1-ാം പാലാണിത്. മധുരത്തിനാവശ്യമായ പഞ്ചസാര കൂടി ചേർക്കാം. നല്ലതുപോലെ കലക്കിയെടുക്കാം. മുതിർന്നവർക്ക് തേങ്ങാപ്പാലിൽ പഞ്ചസാര ഇടണം എന്നില്ല. ആവശ്യമുള്ള കൊഴുക്കട്ട ഒരു ബൗളിലേക്കിട്ട് ഇഷ്ടമുള്ളത്ര തേങ്ങാപ്പാലും ഒഴിച്ച് ഒരു സ്പൂൺ വെച്ച് കഴിക്കാവുന്നതാണ്. ഇതൊരു ഉഗ്രൻ കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ.